അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണ്. നിൽക്കുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ കപ്പയാണ് കേട്ടോ. കപ്പ എന്ന് വെച്ചാൽ കൊള്ളിക്കിഴങ്ങ്, ഞങ്ങളുടെ നാട്ടിലൊക്കെ കൊള്ളിക്കിഴങ്ങ് എന്നാണ് പറയൽ, പക്ഷെ കപ്പ എന്നും പറയുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ കപ്പയും പിന്നെ ബീഫിൻ്റെ എല്ലില്ലേ കൊട്ട്, അതും കൂടിയിട്ട് വെക്കുന്നതാണ് കേട്ടോ. അപ്പോൾ റെസിപ്പി ആയിട്ടൊന്നല്ല, അനിയത്തി വരുമ്പോൾ ബീഫും കപ്പയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം അത് വെക്കുമ്പോൾ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ബീഫൊക്കെ വേവിച്ച് വെച്ച്, അപ്പം ബീഫൊക്കെ നല്ലപോലെ വേവിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കൊള്ളിക്കിഴങ്ങും പിന്നെ നമ്മൾ വേവിച്ച് ഉടച്ച് വെക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് അരപ്പൊക്കെ ഒഴിച്ചെടുക്കണം കേട്ടോ. തേങ്ങ, ചെറിയ ഉള്ളി, പിന്നെ പച്ചമുളക്, ജീരകം അങ്ങനെ കൂട്ടിയിട്ട് തേങ്ങയൊക്കെ ഇട്ടിട്ട് അരച്ചിട്ട് ഇതിലേക്ക് ഒഴിക്കണം. ഇതിപ്പോൾ ഡ്രൈ ആയിട്ടല്ല ഉള്ളത്, കുറച്ച് ലൂസായിട്ടാണ് കേട്ടോ വേണ്ടത്. അപ്പം ബീഫും പിന്നെ കൊള്ളിക്കിഴങ്ങെല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഫസ്റ്റ് എല്ലാം ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് കറണ്ടില്ല എന്നൊക്കെ, ഫ്ലാഷ് അടിച്ചിട്ട് എടുക്കുന്നതൊക്കെ. അങ്ങനെയാട്ടോ ഇത് എടുത്തത് വീഡിയോ. അതാ ഇങ്ങനത്തെ കളറായിട്ട് കാണുന്നത്. പിന്നെ ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കുന്നതായിരിക്കും കേട്ടോ. ചക്കയും ബീഫും കൊള്ളിക്കിഴങ്ങും ബീഫും പിന്നെ എന്താണ് ചേന, പഴം, കായില്ല പച്ചക്കായ്, അതൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കും കേട്ടോ. പച്ചക്കായൊക്കെ വെച്ചിട്ട് ഫ്രഷ് ഉണ്ടാക്കിയിട്ട് വീഡിയോ ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട്. കുറേ ദിവസമായിട്ട് ഉമ്മ പറയുന്നത് പച്ചക്കായ് വെച്ചിട്ട് ഉണ്ടാക്കണം. ബീഫ് കിട്ടുന്ന സമയത്ത് ഇതുപോലെ പച്ചക്കായൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കണം. പിന്നെ ഇതെല്ലാവരും ഉണ്ടാക്കുന്നതായിരിക്കും, എല്ലാവർക്കും അറിയുന്നത് തന്നെയായിരിക്കും. എന്നാലും ഞാൻ ജസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ഇങ്ങനെ കാണിച്ചെന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ തേങ്ങയും ചീരനും പച്ചമുളകും ചെറിയ ഉള്ളിയൊക്കെ കൂട്ടിയിട്ട് അരച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്ത് ഒന്നുകൂടി നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി വേണം കുറച്ച് പിന്നെ വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. കട്ടി കൂടുതലാണെങ്കിൽ വെള്ളം കൂടി ഒഴിച്ചിട്ട് കുറച്ച് ലൂസായിട്ടാണ് കേട്ടോ വേണ്ടത്. വീട്ടിൽ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് കേട്ടോ ഇതുപോലെ കാണുന്നത്. അപ്പോൾ ഞാനെല്ലാം കൂടി മിക്സാക്കി കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് മിക്സാക്കി ഇതുപോലെ ലൂസായിട്ടാണ് കേട്ടോ വേണ്ടത്. ഇനി നല്ലപോലെ ഒന്ന് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യണം കേട്ടോ. നല്ലപോലെ തിളച്ച് വരണം. പിന്നെ തിളച്ച് വന്നതിന് ശേഷം നമുക്ക് കഴിക്കാം കേട്ടോ. പിന്നെ കാച്ചുന്നവരൊക്കെ ഉണ്ട് കേട്ടോ, കടുക് ഇട്ടിട്ട്. ഞാൻ കാച്ചിട്ടില്ല. കടുവും വറ്റൽമുളകും കറിവേപ്പില വറവിട്ട് കൊടുക്കുന്നതിന് ഇട്ട് കൊടുക്കാം. ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല. ഇത് അടിപൊളി ടേസ്റ്റാണ്. ഇതുപോലെ ഉണ്ടാക്കി നോക്കാം കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത്. അസ്സലാമു അലൈക്കും.